എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. വളരെ പെട്ടെന്ന് ഒരു ട്രിപ്പ് പോകാൻ പറ്റുമെന്ന് ഞാൻ ഈ വണ്ടിയിൽ വരുന്ന ആളോട് ചോദിച്ചു. വണ്ടിയിൽ വരുന്ന ആൾ വേറെ ആരുമല്ല, എൻ്റെ ഫ്രണ്ട് അരുണാണ്. അരുൺ പറഞ്ഞു അതിനെന്താ നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞ് അരുൺ പ്ലാൻ ചെയ്ത ഒരു 2 ഡേയ്സിൻ്റെ ട്രിപ്പാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആകെ 10 ദിവസത്തെ ലീവേ ഉള്ളൂ നാട്ടിൽ. അപ്പോൾ അതിൽ 2 ദിവസത്തെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ അതൊരു വീണ് കിട്ടിയ വലിയ അവസരമാണ്. പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനും അരുണും മാത്രമല്ല, ഞങ്ങൾ വേറെയും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ 3ാമത്തെ ആളായിട്ട് ഹരിയേട്ടൻ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ യാത്രകളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പഴയന്നൂർ അമ്പലനട എന്ന് പറയും. ഇത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്തിൽ പഴയന്നൂർ ടൗണാണ്. ഇവിടെ നിന്നാണ് തുടങ്ങാറുള്ളത്. കൂട്ടുകാരൊക്കെ പിന്നിൽ ജോയിൻ ചെയ്യുന്നു പറഞ്ഞു. അവർ ജോയിൻ ചെയ്തു. ബാക്കിൽ വരുന്ന ഇന്നോവയിലാണ് കൂട്ടുകാരുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ടൂർ പോകാൻ പോകുന്ന സ്ഥലം അധികം വൈകിപ്പിക്കുന്നില്ല, നെല്ലിയാമ്പതിയിലേക്കാണ്. അപ്പോൾ പഴയന്നൂരിൽ നിന്ന് നെല്ലിയാമ്പതിക്ക് വെറും 60 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. പഴയന്നൂരിൽ നിന്ന് ആലത്തൂർ ടൗൺ, അവിടുന്ന് ഹൈവേയിൽ കയറി, പിന്നെ അവിടുന്ന് നെന്മാറ ടൗൺ, നെന്മാറയിൽ നിന്ന് പോത്തുണ്ടി, പോത്തുണ്ടിയിൽ നിന്ന് നെല്ലിയാമ്പതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്നത് നെല്ലിയാമ്പതിയിലേക്ക്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം. ഇതാണ് ദീപു അഥവാ ബുംബു. പിന്നെ ഇത് ഞങ്ങളുടെ അനുവേട്ടൻ, സീനിയർ ആയിട്ടുള്ള ആളാണ്. ഇത് കുട്ടേട്ടൻ, ഇത് ശിവേട്ടൻ, പുള്ളിയും പ്രവാസിയാണ്. പിന്നെ ഇത് സതിയേട്ടൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇന്നത്തെ ട്രിപ്പ് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്, കൂടെ നിങ്ങളും. ഇത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈവേ ആണ്. ഇപ്പോൾ ഈ കാണുന്ന റോഡ് നേരെ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഡയറക്ഷനിൽ പാലക്കാടിലേക്കാണ് നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി. ഈ റോഡ് തൃശ്ശൂർ പോകുന്ന വഴിക്കാണ് കുതിരാനൊക്കെ വരുന്നത്. ഇവിടുന്ന് 10-20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുതിരാനെത്തും. വടക്കഞ്ചേരി എന്ന് പറഞ്ഞിട്ടൊരു ടൗൺ ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ കുതിരാനെത്തും. ഇപ്പം നമ്മൾ നെന്മാറ ടൗണിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ പോകുന്ന റിസോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അരുൺ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഫസ്റ്റ് ടൈമാണ് ഈ റിസോർട്ട് നമ്മൾ പോകുന്നത്. റെഗുലറായിട്ട് പോകുന്ന ഒരു റിസോർട്ടിലല്ല നമ്മൾ ഇത്തവണ പോകുന്നത്. ഇത് വേറെ എന്തൊക്കെയോ കുറേ പ്രത്യേകതകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അരുണിൻ്റെ ഫ്രണ്ട്സ് ഫോറസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിക്കുകയാണ് അതിൻ്റെ അഭിപ്രായങ്ങൾ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പെട്രോളൊക്കെ ഫില്ല് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് പെട്രോൾ പമ്പ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് ബാക്കി കുറച്ച് റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ച്, കാരണം മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 3 മണി 3:30 അവിടെ എത്താനായിട്ട്. അപ്പോൾ അതുവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വണ്ടിയുടെ ബാക്കിൽ ലോഡ് ചെയ്തു. അരുൺ പെട്രോൾ ബങ്കിലെ ചേച്ചിമാരോട് ഓരോ വിശേഷങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ പോത്തുണ്ടി എത്താറായി. അപ്പോൾ ഈ റോഡിൽ ഈ പുളിമരങ്ങളിൽ ഇങ്ങനെ പന്തലിട്ട് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇവിടെ സാധാരണ ആളുകൾ നിർത്തി ഫുഡൊക്കെ കഴിച്ച് കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. കാരണം എത്ര ചൂടുണ്ടെങ്കിലും നമുക്ക് ഈ മരങ്ങൾ പന്തലിട്ട് നിൽക്കുന്നത് കാരണം നമുക്ക് അത്ര ചൂടറിയില്ല, തണുപ്പായിരിക്കും. അപ്പോൾ പൊതുവേ ഈ വഴി വരുമ്പോൾ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ സാധാരണ ധാരാളം വണ്ടികൾ നിർത്തിയിട്ടിട്ട് അവർ ഫുഡൊക്കെ കഴിക്കുന്നത് അങ്ങനെ കാണാറുണ്ട്. ഈ വലത്തുഭാഗത്ത് കാണുന്നത് വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ വെസ്റ്റേൺ ഗാർഡ്സ് കൂട്ടുകാർക്ക് അറിയുള്ളൂ. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് വളരെ 1600 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന വലിയൊരു മലനിരകളാണ്, എവർഗ്രീൻ ഫോറസ്റ്റ് ഉള്ള സ്ഥലം. ഇതാണ് പോത്തുണ്ടി ഡാമിൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്ന് നമുക്ക് പോയി കഴിഞ്ഞാൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നല്ലൊരു ഗാർഡൻ ഉണ്ട്. പിന്നെ പുതിയ കുറേ റൈഡ്സൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളിതിന് മുമ്പേ ഇവിടെ പോയിരുന്നു ഫാമിലിയായിട്ട്. ഇപ്പോഴല്ല, ഒരു 5-6 മാസം മുന്നേ. അപ്പോൾ കുറേ പുതിയ റൈഡ്സും അതുപോലെ നല്ല നീറ്റായിട്ട് ഗാർഡനൊക്കെ നന്നായിട്ട് റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ പറ്റാന്നുണ്ടെങ്കിൽ അവിടെ പോവുക. അങ്ങനെ ഞങ്ങൾ നെല്ലിയാമ്പതി വൈൽഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വൈൽഡ് ലൈഫാണ്, അതുകൊണ്ട് തന്നെ ഡ്രൈവ് കെയർഫുള്ളി. അതുപോലെ 30 കിലോമീറ്ററാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ള മാക്സിമം സ്പീഡ്. മാത്രമല്ല ഹെയർ പിൻസ് ആയതുകൊണ്ട് നമുക്കങ്ങനെ സ്പീഡിൽ വണ്ടി ഓടിക്കാനും പറ്റില്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അനിമൽസിന് യാതൊരു കാരണവശാലും ഫീഡ് ചെയ്യരുത്. കാരണം എന്താണെന്നറിയോ, പ്രത്യേകിച്ച് ഈ കുരങ്ങന്മാർ നമ്മളെ
നമ്മളെ നോക്കി ഇങ്ങനെ നമ്മുടെ വണ്ടി, ചില കുരങ്ങന്മാരൊക്കെ വണ്ടികളിൽ വരെ കയറുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു വണ്ടിയിൽ കയറും, അതുപോലെ ആഹാരം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അവരത് തട്ടിപ്പറിച്ചെടുക്കാനൊക്കെ നോക്കും. അപ്പോൾ ഇതിൻ്റെ നഖങ്ങളൊക്കെ കൊണ്ടുകഴിഞ്ഞാലും നമുക്ക് പിന്നെ റാബിസിൻ്റെ വാക്സിനൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള റിസ്ക് ഒന്നും എടുക്കാതെ മാക്സിമം അനിമൽസിനെ ഒരിക്കലും ഫീഡ് ചെയ്യാതിരിക്കുക. കാരണം വെച്ചാൽ ഈ ഫീഡ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അവർ വരുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അരുണിൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഫോറസ്റ്റിലുള്ളത് കാരണം നമുക്ക് അരുൺ പൊതുവെ എവിടെ പോയി കഴിഞ്ഞാലും ഫ്രണ്ട്സിനെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ എൻട്രി ഒക്കെ ചെയ്ത് ഉള്ളിലേക്ക് കയറുകയാണ്. നമ്മൾ ഇൻ കേസ് തിരിച്ച് വരികയാണെങ്കിൽ 6 മണിക്ക് മുന്നേ ആയിട്ട് നമ്മൾ തിരിച്ച് വരണം. നമ്മളിപ്പോൾ അവിടെ സ്റ്റേ ആയതുകൊണ്ട് ആ വിവരം അവരടുത്ത് പറയുമ്പോൾ അവരതവിടെ ലെഡ്ജറിൽ എൻട്രി ചെയ്യും. കാരണം അവർക്ക് ഓരോ വണ്ടിയും കയറുന്നത് ഇറങ്ങുന്നതൊക്കെ അവർക്ക് മോണിറ്റർ ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ നെല്ലിയാമ്പതി ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഹെയർ പെൻസിൽ തുടങ്ങി. ഹെയർ പെൻസിൽ വണ്ടി ഓടിക്കാൻ ഒരു പ്രത്യേക ഇതാണല്ലേ, പ്രത്യേകിച്ച് മാനുവലായിട്ടുള്ള വണ്ടികൾ ഹെയർ പെൻസിൽ ഓടിക്കാൻ ഒരു പ്രത്യേക ഇതാണ്. അപ്പോൾ നമ്മളെ കയറിയ വഴിക്കുന്ന സിംഹവാലൻ കുരങ്ങന്മാർ, ഇത് സൈലൻറ്റ് വാലിയിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം സിംഹവാലൻ കുരങ്ങനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വംശനാശമൊക്കെ ഉള്ളത് കൊണ്ടാണ് സൈലൻറ്റ് വാലിയിൽ എന്താ പറയുക വലിയൊരു അണക്കെട്ടും കാര്യങ്ങളും ആ വനമേഖലയൊന്നും പോവാതെ സംരക്ഷിക്കാനൊക്കെ പറ്റിയത്. അപ്പോൾ അതിൽ സിംഹവാലൻ കുരങ്ങന്മാർ ഒരുപാട് വലിയൊരു പങ്കൊക്കെ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഞങ്ങളെ വെൽക്കം ചെയ്തത്. കയറി ഒരു 3-4 ഹെയർ പിൻസ് കഴിഞ്ഞ വഴിക്ക് തന്നെ അവരെ റോഡിൽ കണ്ടു. എനിക്ക് തോന്നുന്നു ആളുകൾ ധാരാളം ഫുഡ് ഈ പറഞ്ഞ പോലെ യാത്രക്കാരറിയാതെ കൊടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ ഇത്രയും വഴിയിലേക്ക് ഇറങ്ങി നിൽക്കില്ലല്ലോ. സാധാരണ സിംഹവാലൻ കുരങ്ങന്മാരൊക്കെ നമ്മൾ വലിയ വലിയ ലെൻസും ഇതൊക്കെ വെച്ചിട്ടാണ് സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മുന്നേക്ക്, വലിയ മരങ്ങളുടെയൊക്കെ മുകളിലായിട്ട്. ഇപ്പോൾ റോഡിൻ്റെ നടുവിൽ വരെ സിംഹവാലൻ കുരങ്ങനാന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം എന്താ പറയുക ഡേഞ്ചറസ് ആണ് ആളുകൾ ഈ ഫുഡ് കൊടുക്കുന്നത് എന്നുള്ളത്. കാരണം ഇങ്ങനെയുള്ള ഈ മൃഗങ്ങളൊക്കെ അവർക്ക് ഓൾറെഡി അവർക്ക് വനസമ്പത്തുണ്ട്, വനത്തിനുള്ളിൽ തന്നെ അവരുടെ ആഹാരമുണ്ട്. അപ്പോൾ ഈ പുറത്ത് ആഹാരം കിട്ടാൻ തുടങ്ങുന്നത് കൊണ്ടാണ് ഇവർ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ യാതൊരു കാരണവശാലും നമുക്ക് ഈ ഒരു എന്താ പറയുക മിസ്റ്റേക്ക് കണ്ടിന്യൂ ചെയ്യാതിരിക്കാം. ഒരിക്കലും അനിമൽസിനെ നമ്മൾ റോഡിൽ പ്രത്യേകിച്ചും എന്താ പറയുക കാട്ടിലുള്ള മൃഗങ്ങൾക്ക് ഫുഡ് കൊടുക്കാതിരിക്കാം. അപ്പോൾ ഈ റോഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ട്രിപ്പ് ശരിക്കും ഓണാവുക ഈ മലകൾ കയറി തുടങ്ങുമ്പോഴാണ്. കാരണം ഓട്ടോമാറ്റിക്കലി ക്ലൈമറ്റ് മാറും. കാരണം താഴത്ത് നല്ല ചൂടാണ്, പൊതുവേ പാലക്കാടിൻ്റെ ചൂട് അറിയാമല്ലോ കൂട്ടുകാർക്ക്. അപ്പോൾ നമുക്ക് ഈ നെല്ലിയാമ്പതിയിൽ പോകാനുള്ള പ്രധാന ലക്ഷ്യം എല്ലാവരുടെയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലൈമറ്റിൽ നിന്ന് മാറാം. പ്രത്യേകിച്ച് നെല്ലിയാമ്പതി മലയിലൊക്കെ മുകളിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴും ഇപ്പോൾ രാവിലെ ആയാലും അതുപോലെ വൈകുന്നേരം ആയാലും കോടമഞ്ഞ് വരുന്നൊരു പ്രതിഭാസം എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ മാത്രമല്ല ക്ലൈമറ്റും ഭയങ്കര ചേഞ്ചാണ് അവിടെ. അപ്പോൾ നമ്മൾ കയറിയ വഴിക്ക് തന്നെ എന്താ പറയുക ക്ലൈമറ്റ് മാറി, അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതുകൊണ്ടാണല്ലോ നെല്ലിയാമ്പതിനെ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് അല്ലേ? ഞങ്ങൾ നെന്മാറിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സ്നാക്സും റിഫ്രഷ്മെൻറ്റ്സൊക്കെ വഴിയിൽ എവിടെയെങ്കിലും നിർത്തി സമാധാനമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ റിസോർട്ടിലെത്താൻ എന്തായാലും 2-3 മണിയാവും. അപ്പോഴേക്കും വിശപ്പ് താങ്ങില്ലല്ലോ. അപ്പോൾ ഈ റിഫ്രഷ്മെൻറ്റ്സ് കഴിച്ച് കഴിഞ്ഞാൽ അവിടെ പോയി എന്തായാലും ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാനുള്ളതാണ്. അങ്ങനെ എവിടെയും നിർത്താൻ പറ്റിയില്ല. കാരണം ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഈ കുരങ്ങന്മാർ വരും. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എവിടെയും നിർത്താതെ ഫസ്റ്റ് വ്യൂ പോയിന്റ് കൊണ്ടുപോയി നിർത്തി അവിടെ സമാധാനമായിട്ട് കഴിച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിൻറ്റ്സിലെത്തി. ഇത് ആക്ച്വലി നെല്ലിയാമ്പതി മലനിരകളുടെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് അതാണ് ഫസ്റ്റ് വ്യൂ പോയിന്റ്. ഇവിടെ ഓൾമോസ്റ്റ് ഒരു 500 മീറ്ററൊക്കെ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരെയാണ് ഈ സ്ഥലമുള്ളത്. മൊത്തം നെല്ലിയാമ്പതി ടോപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 1500 മീറ്ററിൻ്റെ അടുത്ത് സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം വരുന്നതാണ് ഈ ഡീറ്റെയിൽസ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെയും ദൈവം സഹായിച്ച് ഭക്ഷണമൊന്നും തുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം കുരങ്ങന്മാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ മിക്കവാറും പാളാൻ സാധ്യതയുണ്ട്. കാരണം കണ്ടില്ലേ വണ്ടി തുറക്കുമ്പോഴേക്ക് തന്നെ കുരങ്ങന്മാരാണ് ഓടി വരുന്നത് അവിടുന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ
തൽക്കാലം സ്നാക്സ് ഒന്നും ഇവിടുന്ന് കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം വരണ വരവുണ്ടോ വണ്ടി ഈവൻ നമ്മളുള്ളതെന്ന് അവർക്കൊരു പേടിയില്ല. അപ്പോൾ ആ പ്ലാൻ ഞങ്ങൾ ഉപേക്ഷിച്ചു. അപ്പോൾ എന്തായാലും വ്യൂ പോയിന്റിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പോവാം. അപ്പോൾ ഇവിടെ ബേസിക്കലി നമുക്ക് കാണാൻ പറ്റുക ഈ ഒരു മലനിരകളുടെ ഭംഗി തന്നെയാണ്. പിന്നെ ആ ഒരു താഴ്വാരം കാണാം. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ അത്ര ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. എത്ര ക്ലാരിറ്റി ഉള്ള ഒരു ഫോണോ അല്ലെങ്കിൽ ക്യാമറ ആണെങ്കിലും നേരിട്ട് കാണാനും അവിടുത്തെ ആ ഒരു ആംബിയൻസ് കണ്ടറിയുന്നതും അതുപോലെ അനുഭവിച്ചറിയുന്നതും ഒരു വലിയ ഇത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം ക്ലൈമറ്റ് നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്, നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നെല്ലിയാമ്പതി മലനിരകളുടെ ഭംഗി ആസ്വദിക്കാൻ നിങ്ങൾ നേരിട്ട് തന്നെ വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ പോകുന്ന സ്ഥലമോ അല്ലെങ്കിൽ വഴികളോ അതിനേക്കാളിലൊക്കെ പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് നമ്മൾ കൂട്ടുകാരൊത്ത് സ്പെൻഡ് ചെയ്യുന്ന ടൈം. പ്രത്യേകിച്ചും നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും പല പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകളിൽ നമ്മളിതൊന്നും ആലോചിക്കാൻ നമുക്ക് സമയം കിട്ടില്ലല്ലോ. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ടൈം എപ്പോഴും നമുക്ക് മെമ്മറബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ വീഡിയോ കുറച്ച് വലുതാണ്, അതുകൊണ്ട് തന്നെ എപ്പിസോഡ് ഇനിയും വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാർ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.